കരിയർ നമ്മുടെ ജീവിതമല്ലേ. നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ള ആ ഒരു ഡ്രീം, ആ ഡ്രീമിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന പാരൻസ് വേണം നിങ്ങൾക്ക്. ആ ഡ്രീമിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരിക്കണം. ആ ഡ്രീമിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവണം. ആ ഡ്രീമിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ടോട്ടൽ ഇക്കോസിസ്റ്റം എങ്ങനെയായിരിക്കണം. പലപ്പോഴും കരിയർ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ വിചാരിക്കും, ഓ സൈക്കോളജിസ്റ്റ്, കൗൺസിലർ, അപ്പോൾ ഉപദേശിച്ച് നമ്മളെ പ്രതിരോധത്തിലാക്കുന്നതാണ് പലപ്പോഴും കുട്ടികളുടെ ഫസ്റ്റ് മൈൻഡ് വരുന്നത്. ആക്ച്വലി ഐ എം നോട്ട് ഡൂയിങ് എനി കൗൺസിലിംഗ്. ഞാൻ കൗൺസിലിംഗ് ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ അടുത്തൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം നോക്കുന്നത് ഈ പറയുന്ന അവൻ്റെ ഡ്രീം ഉണ്ടല്ലോ, അവൻ്റെ ലൈഫിൽ അവൻ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതെന്താണ് എന്ന് കണ്ടുപിടിക്കാനാണ് ഞാൻ അവനുമായിട്ട് സംസാരിക്കുക. ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവൻ ലാസ്റ്റ് പോയ ഹോട്ടലിൽ കഴിച്ച ഭക്ഷണത്തെക്കുറിച്ച് ഞാൻ ചിലപ്പോൾ ചോദിച്ചു എന്ന് വരും. അല്ലെങ്കിൽ അവൻ അതിന് പറയുന്ന മറുപടി എന്താണ്, ചിലപ്പോൾ പോകുന്ന വഴിയിൽ ട്രാഫിക് ജാം ഉണ്ടായി ചിലപ്പോൾ അവൻ സൂചിപ്പിച്ചിട്ടുണ്ടാവും. ഞങ്ങളുടെ ഡിസ്കഷൻ ആ ലെവലിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് ഈ രീതിയിൽ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കാര്യങ്ങളൊന്ന് ചൂണ്ടിയെടുക്കും. അപ്പോഴാണ് മനസ്സിലാവുക ഇവൻ്റെ ഒരു ലൈഫ് എക്സ്പെക്റ്റേഷൻ എന്താണ്, ഇവൻ്റെ ലൈഫിൽ എന്താണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, അതിനെ മീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഏത് സെറ്റ് ഓഫ് കോഴ്സസ് ആണ്, ഏത് ക്ലസ്റ്ററാണ് ഇവന് സ്യൂട്ടബിൾ ആവുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. പതിയെ ഞാൻ എന്ത് ചെയ്യും, അവനെ ഈ പറയുന്ന ക്ലസ്റ്ററിലേക്ക് കൊണ്ടുവരും. നിനക്ക് യാത്ര ചെയ്യണം, നിനക്ക് എക്സ്പീരിയൻസ് ചെയ്യണം, നിനക്ക് നീ പറയുന്നത് കുറേ കാര്യം കണ്ടുപിടിക്കണം എന്നല്ലേ പറയുന്നത്. ദർ ആർ എ സർട്ടൺ സെറ്റ് ഓഫ് കരിയേഴ്സ്. അവിടെ നിനക്ക് നിൻ്റെ ഇമാജിനേഷൻസ് യൂസ് ചെയ്യാം, അവിടെ നിനക്ക് നിൻ്റെ ന്യൂമറിക്കൽ സ്കില്ല് യൂസ് ചെയ്യാൻ പറ്റും. യു ആർ വെരി ക്രിട്ടിക്കലി നല്ല തിങ്കിങ് കപ്പാസിറ്റി ഉള്ള ആളാണ് നീ. അതുമായി ബന്ധപ്പെട്ട സെറ്റ് ഓഫ് കോഴ്സസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി ആ കോഴ്സുകളിലേക്ക് അവൻ്റെ ശ്രദ്ധ തിരിക്കും. അവൻ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മളോട് ചോദിക്കും. ആക്ച്വലി കൗൺസിലിംഗ് നടക്കുന്നത് ഞാനല്ല അവിടെ സംസാരിക്കുന്നത്, നമ്മുടെ അടുത്ത് വരുന്ന വിദ്യാർത്ഥിയാണ് സംസാരിക്കുന്നത്. അവൻ്റെ ലൈഫിൽ ആഗ്രഹിക്കുന്ന ആ ഒരു എക്സ്പെക്റ്റേഷൻ ലെവലിലേക്ക് എത്തുവാൻ ഏത് തരം അക്കാഡമിക്സ് വേണം എന്നുള്ളത് കുട്ടി തന്നെ ആലോചിച്ച് ഒരു റാൻഡം സെലക്ഷൻ അല്ലാതെ അതിൻ്റെ കൃത്യമായ ഒരു എക്സിക്യൂഷൻ പ്ലാനിലേക്ക് സ്റ്റുഡൻറ്റിന് തന്നെ എത്താൻ പറ്റും. ആ രീതിയിൽ അവനെ ചിന്തിക്കാനാണ് ഞാൻ എപ്പോഴും ഹെൽപ്പ് ചെയ്യാറുള്ളത്. നിങ്ങളതിനെ കൗൺസിലിംഗ് എന്നൊക്കെ വിളിക്കുന്നത്.